എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാൽ അങ്ങനെതാ കഥ തുടങ്ങുമ്പോൾ നമ്മളെ കാണിക്കുന്നത് ദീപുവിനെയാണ്. അപ്പൊ ദീപു ആണെങ്കിൽ ചിത്രയോടൊക്കെ സംസാരിച്ചു. എന്തായാലും അപ്പുവിന് സ്നേഹയുമായിട്ടുള്ള ബന്ധം അത് ഉറപ്പിക്കാന്നുള്ള പ്ലാനിങ്ങിലാണ് നമ്മുടെ ദീപു നിൽക്കുന്നത്. പക്ഷേ മുഖത്തടിച്ചതുപോലെ നമ്മുടെ അപ്പു അങ്ങനെ ഒരു മറുപടി പറയുമെന്ന് ദീപു സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ദീപുവിന്റെ ഈ ഒരു ഇരിപ്പും ഭാവവും ഒക്കെ കാണുമ്പോഴത്തേക്കിനും ചിത്ര പറയാണ്, അതെ ദീപുട്ടാ, ഇനി ഒരുപാട് നിങ്ങൾ തലയൊന്നും പുകയ്ക്കാൻ നിൽക്കണ്ട. എന്തായാലും അപ്പു അവന്റെ ഉള്ളിലിരിപ്പ് അത് നിങ്ങളോട് വ്യക്തമാക്കിയല്ലോ. അതുകൊണ്ട് തന്നെ ഇനി പൂജയുടെയും അപ്പുവിന്റെയും വിവാഹം നടത്താനുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കെന്ന് പറയുക. അപ്പൊ ഉടനെ തന്നെ ദീപു പറയുന്നുണ്ട്, എടി അതിന് പൂജയ്ക്ക് നീ പറയുന്നത് പോലെ അപ്പുവിനെ ഇഷ്ടമൊന്നും അല്ലല്ലോ. പിന്നെ നമ്മൾ പറയുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ. നിങ്ങൾ എന്തറിഞ്ഞിട്ടാ മനുഷ്യ ഈ പറയുന്നത്? അവനൊരു വിവാഹം ഉണ്ടെങ്കിൽ അവൻ ഉറപ്പായിട്ടും പൂജയെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ. അത് നമുക്ക് രണ്ടുപേർക്കും അറിയാലോ. അതുകൊണ്ട് നാളെ ഒരു കാര്യം ചെയ്യും, എന്തായാലും സുമിത്രേച്ചിയുടെ വീട്ടിൽ സിദ്ധു ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടം വരെ ഒന്ന് പോയില്ലെങ്കിൽ വലിയ മോശമാണ്. പിന്നെ പൂജയെ ഒന്ന് കാണുകയൊക്കെ ചെയ്യാം. അവളോട് കാര്യങ്ങൾ ഞാനും ഒന്ന് സംസാരിക്കാന്നും പറഞ്ഞ് ചിത്ര അകത്തോട്ട് കയറി പോവാണ്. അപ്പൊ ദീപു ആണെങ്കിലോ, ദൈവമേ ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തായാലും സിദ്ധു അവിടെ ഉള്ളത് കൊണ്ട് തന്നെ സിദ്ധുവിന്റെ മനസ്സിലിരിപ്പൊക്കെ മനസ്സിലാകുമല്ലോ. അപ്പൊ പുള്ളിക്കാരൻ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടാണ് വന്നതെങ്കിൽ നാളെ ഉറപ്പായിട്ടും സുമിത്രേച്ചിയെ കാണാൻ ചെല്ലുന്ന സമയത്ത് തന്നെ അവന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകും തന്നോടുള്ള നിലപാട്. ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച് പുള്ളിക്കാരൻ ഇങ്ങനെ ഇരിക്കുമ്പോഴോ നമ്മുടെ പങ്കജ് ആണെങ്കിൽ വീട്ടിലെത്തുകയാണ്. അപ്പൊ വീട്ടിലെത്തിയ പങ്കജ് രഞ്ജിതയെയും അരവിന്ദനെയും വട്ടം പിടിച്ച്, അതെ അച്ഛ അമ്മേ, എനിക്ക് രണ്ടുപേരോടും ഒരു കാര്യം പറയാനുണ്ട്. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങളുടെ കിടപ്പ്. ആ സരസ്വതി അമ്മ ആള് പെശകാണ്. അവര് സിദ്ധുവങ്കലിനെയും അതുപോലെ തന്നെ സുമിത്രാന്റെയും തമ്മിൽ ഒരുമിപ്പിക്കാനുള്ള പരിപാടി ചെയ്യാണ്. അപ്പൊ ഇത് കേട്ട് രഞ്ജിതയ്ക്കാണെങ്കിലും അങ്ങനെ അവര് രണ്ടുപേരും കൂടി ഒത്തു കഴിഞ്ഞാലും മോനെ, നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല, കാര്യങ്ങൾ തകിടം മറിയും. എത്രയൊക്കെ വന്നാലും അവര് മുൻഭർത്താവും ഭാര്യയും ഒക്കെ ആണല്ലോ. അപ്പം സ്വത്തിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വരികയാണെങ്കിൽ നമ്മളുണ്ടാക്കിയ വിൽപത്രമൊക്കെ കണ്ടു കഴിഞ്ഞാല് പിന്നെ അത് മാത്രമല്ല, നിനക്കറിയാലോ 4 മാസത്തെ കാലയളവ് മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ നീ പൂജയെ സ്വന്തമാക്കിയില്ലെങ്കിൽ സകല കാര്യങ്ങളും നമ്മുടെ കൈവിട്ട് പോകുമെന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ പങ്കജ് പറയുന്നുണ്ട്, അമ്മ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല അവിടെ കാര്യങ്ങള്. സരസ്വതി അമ്മ ഇപ്പം പൂജയെ ഒറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ സുമിത്രാന്റെ ആണെങ്കിലോ എന്ത് ചെയ്യണം, ആരുടെ ഒപ്പം നിൽക്കണം എന്ന് പോലും അറിയാത്ത ഒരു സാഹചര്യത്തിലുമാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോ നമ്മുടെ രഞ്ജിതയ്ക്ക് നല്ലൊരു ആശ്വാസമായി കേട്ടോ. മോനെ എടാ, ഇത് തന്നെയാണ് പറ്റിയ സമയം. നീ ഒരു കാര്യം ചെയ്, പൂജ എന്തായാലും ആ വീട്ടിൽ ഒറ്റപ്പെട്ടാണല്ലോ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂജയെ നമ്മുടെ ഒപ്പം കൂട്ടാനായിട്ട് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. നീ അവളോട് കുറച്ചധികം സ്നേഹമൊക്കെ കാണിക്ക്. പിന്നെ അമ്മയും അവളെ ഒന്ന് വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യാം. സരസ്വതി അമ്മ പറഞ്ഞതുപോലെ തന്നെ ശരിക്കും അവളുടെ സ്വന്തക്കാരൻ നമ്മൾ തന്നെ ആണല്ലോ. സുമിത്രയും അവളും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അതുകൊണ്ട് നീ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ പക്ഷത്ത് കൂട്ടണം എന്നുള്ള ഉപദേശം കൊടുക്കുകയാണ്. അപ്പം അമ്മ പറഞ്ഞത് കൊണ്ട് തന്നെ ആ ഉപദേശം നമ്മുടെ പങ്കജ് ശിരസ വഹിക്കുകയാണ്. അങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോഴാണെങ്കിലോ നമ്മുടെ സിദ്ധു വയ്യാണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ സിദ്ധു ഈ സരസ്വതി അമ്മയും സുമിത്രയും തമ്മിലുള്ള പോരും കാര്യങ്ങളും ഒക്കെ അപ്പുറത്തെ റൂമിൽ കിടന്ന് കേൾക്കുന്നുണ്ട്. എന്തായാലും ഇനി അധിക ദിവസം ഇവിടെ നിന്ന് കഴിഞ്ഞാല് പ്രശ്നമാകും. തന്റെ ഈ മുറിവൊക്കെ ഒന്ന് ഉണങ്ങുന്നത് വരെ എങ്ങനെയും പിടിച്ചു നിൽക്കാമെന്ന് വിചാരിച്ച് പുള്ളിക്കാരൻ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ സത്യം ചേട്ടൻ വരികയാണ്. അപ്പം എന്തായാലും സാറിന് എങ്ങനെയുണ്ടെന്നൊക്കെ അറിയണമല്ലോ. അപ്പൊ സത്യം വരുന്ന പാടെ തന്നെ സരസ്വതി അമ്മയാണ് ഉമ്മറത്ത് നിൽക്കുന്നത്. സരസ്വതി അമ്മ പറയുന്നുണ്ട്, ആഹാ, അതിവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് പോയതാണല്ലോ, പിന്നെ ഒരു വിവരവും ഇല്ലായിരുന്നല്ലോ, ഇതെന്താണ്, എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും പുള്ളിക്കാരൻ പറയുന്നുണ്ട്, സാറിനെ ഞാൻ വിളിച്ച് അന്വേഷിക്കാറുണ്ട്. പിന്നെ ഇവിടെ വന്ന് തിരക്കിയാല് ഇവിടെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നതല്ലേ, നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാവില്ലേ എന്നൊക്കെ ചോദിച്ച് സിദ്ധുവിന്റെ റൂമിലേക്ക് കയറി പോവാണ്. അങ്ങനെ സിദ്ധു എത്രയും പെട്ടെന്ന് തന്നെ അനിരുദ്ധിനെ ഈ വീട്ടിൽ എത്തിക്കണം എന്നുള്ള കാര്യം പറയാണ്. അപ്പൊ സത്യം ചോദിക്കുന്നുണ്ട്, എന്താ സാറേ, എന്താ പ്രശ്നം? അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അനിരുദ്ധ് ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ എനിക്കത് ശരിയാക്കാൻ പറ്റുള്ളൂ. എന്തായാലും സുമിത്ര മരണപ്പെട്ടു എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞത് എന്റെ മകൻ തന്നെയാണ്. അത് എന്താണ് അവൻ അങ്ങനെ പറയാനുള്ള കാരണം, അതെനിക്ക് കണ്ടെത്തിയേ പറ്റുള്ളൂ. അനിരുദ്ധ് എന്നെ അന്വേഷിച്ച് ഈ വീട്ടിലെത്തണം.
അപ്പം സത്യം പറയുന്നുണ്ട്, അനിരുദ്ധിനെ എത്രയും പെട്ടെന്ന് തന്നെ ഞാനിവിടെ എത്തിക്കാമെന്നുള്ള വാക്കൊക്കെ കൊടുത്ത് പുള്ളിക്കാരൻ അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പൊ നമ്മുടെ ശീതളാണെങ്കിലോ സച്ചിന്റെ കാര്യമൊക്കെ ആലോചിച്ച് വളരെ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കിനും സുമിത്ര അടുത്തേക്ക് ചെല്ലുക. അപ്പൊ സുമിത്ര പറയുന്നുണ്ട്, മോളെ നീ ഒരിക്കലും വിഷമിക്കൊന്നും വേണ്ട, സച്ചിന്റെ ഈ ഒരു സ്വഭാവമൊക്കെ ഒന്ന് മാറട്ടെ, അതുവരെ മോൾ അമ്മയുടെ കൂടെ തന്നെ താമസിച്ചാൽ മതിയെന്ന് പറയുകയാണ്. അപ്പൊ ഇത് കേട്ടുകൊണ്ട് നമ്മുടെ സരസ്വതി അമ്മ അങ്ങ് വരിക കേട്ടോ. സരസ്വതി അമ്മ വന്ന പാടെ തന്നെ ശീതളിനോട് പറയുന്നുണ്ട്, എടി ശീതളെ, നിന്റെ അമ്മ സുമിത്ര പറയുന്നത് കേൾക്കാനാണ് നിൽക്കുന്നതെങ്കിൽ ജീവിതകാലം മുഴുവനും ഈ വീട്ടിൽ നിന്ന് നരകിക്കാനായിരിക്കും നിന്റെ യോഗം. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്, നിന്റെ അച്ഛൻ ഇപ്പൊ സ്ഥലത്തുണ്ടല്ലോ, അച്ഛൻ ദാ അപ്പുറത്തെ റൂമിലുണ്ട്, അച്ഛനോട് കൂടി ആലോചിക്ക്, അച്ഛൻ പറയുന്നത് കേക്ക്, അതായിരിക്കും നിന്റെ ഭാവി ജീവിതത്തിന് നല്ലത്. അപ്പൊ ഉടനെ സുമിത്രക്ക് ഇതങ്ങ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. സുമിത്ര പറയുന്നുണ്ട്, ഞാൻ എപ്പോഴാണമ്മ എന്റെ കുഞ്ഞിന്റെ ഭാവി കളഞ്ഞത്? അതെ, ഞാൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവൾക്ക് ഇത്രയും ധൈര്യമായിട്ട് ഇവിടെ വന്ന് താമസിക്കാനായിട്ട് സാധിക്കുന്നത്. എന്റെ മോളെ ഒരിക്കലും അതുപോലെയുള്ളൊരു ദുഷ്ടന്റെ അടുത്തേക്ക് ഞാൻ ഇനി മടക്കി അയക്കില്ല എന്നുള്ള കാര്യമൊക്കെ പറയുക. അപ്പൊ സരസ്വതി അമ്മ വീണ്ടും പറയുന്നുണ്ട്, ശീതളെ, നിന്റെ നല്ല ഭാവി നോക്കണമെങ്കിൽ ഉറപ്പായിട്ടും നീ നിന്റെ അച്ഛന്റെ അടുത്ത് തന്നെ ചെല്ല്, അച്ഛൻ പറയുന്ന കാര്യങ്ങൾ കേക്ക് എന്ന് തന്നെ ഇങ്ങനെ പറയുമ്പോ ശീതള് പറയാണ്, അച്ഛനും അമ്മയും പറയുന്ന കാര്യങ്ങൾ ഞാൻ കേൾക്കാൻ ബാധ്യസ്ഥയാണ്, അത് എനിക്കറിയാം, അച്ഛമ്മ ഇനി അത് പറഞ്ഞു ബോധ്യപ്പെടുത്തണ്ടെന്ന് പറയാണ്. അപ്പം അച്ഛമ്മയ്ക്ക് ഒരു ചെറിയ കൊട്ടായത് കൊണ്ട് തന്നെ സരസ്വതി അമ്മ ഒരു മൂലയ്ക്ക് ഒതുങ്ങിട്ടോ. അങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോഴാണെങ്കിലോ ദീപുവും അപ്പുവും ചിത്രയും കൂടി വീട്ടിലേക്ക് വരികയാണ് നമ്മുടെ സിദ്ധുവിനെ കാണുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ഇവര് വരുന്ന സമയത്താണെങ്കിലോ നമ്മുടെ പൂജ ഓഫീസിലേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ്. അപ്പൊ പൂജയ്ക്ക് അപ്പുവിനെ കാണുമ്പോഴത്തേക്കിനും ദീപു പറഞ്ഞു വെച്ച ആ ഒരു കള്ളത്തരം ഉണ്ടല്ലോ, അതിങ്ങനെ ഇവളുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ആദ്യം കണ്ടപ്പോ ഒരു സന്തോഷമൊക്കെ തോന്നിയെങ്കിലും പിന്നീട് ഇത് സ്നേഹയുടെ ലവർ ആണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷമൊക്കെ അങ്ങ് മാഞ്ഞു പോവാണ്. അപ്പൊ സുമിത്രയാണെങ്കിലോ വലിയ കാര്യമായിട്ട് തന്നെ നമ്മുടെ ദീപുവിനെയും കുടുംബത്തെയും ഒക്കെ സ്വീകരിക്കുകയാണ്. എന്തായാലും സിദ്ധാർത്ഥും ദീപുവും തമ്മിൽ നേരിട്ട് കാണുമ്പോൾ അറിയാം എന്തൊക്കെയാണ് വിശേഷമെന്നുള്ളത്. അനിരുദ്ധിനെ കൂട്ടാനായിട്ട് നമ്മുടെ സത്യനും പോയിട്ടുണ്ടല്ലോ. ഉറപ്പായിട്ടും നാളെ ഒരു ഗംഭീര ടെസ്റ്റ് തന്നെ നടക്കാൻ സാധ്യതയുണ്ട്. ദീപു അങ്കിളാണ് സുമിത്ര മരിച്ചുപോയി എന്നുള്ള സത്യം നമ്മുടെ അനിരുദ്ധിനെ പറഞ്ഞു ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനിരുദ്ധും ദീപവും സുമിത്രയും സിദ്ധുവും ഒക്കെ തമ്മിൽ നേർക്ക് നേർ മുട്ടുമ്പോഴത്തേക്കിനും കറക്റ്റ് കാര്യം എല്ലാവർക്കും പിടികിട്ടും. അപ്പൊ അത്തരത്തിലുള്ള ഗംഭീര എപ്പിസോഡാണ് വരുന്നത്. ആരും മിസ് ചെയ്യരുത്, എല്ലാരും കാണുക. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്